വാർത്തകൾ തുടരുന്നു. കരിമുളയ്ക്കൽ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ സുവർണ ജൂബിലി സമാപനത്തിനും ഇടവക തിരുനാളിനും തുടക്കം കുറിച്ച് അൽമായ സംഗമം നടന്നു. അൽമായ സംഗമം മുൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കരിമുളയ്ക്കൽ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ സുവർണ ജൂബിലി സമാപനത്തിനും ഇടവക തിരുനാളിനും തുടക്കം കുറിച്ച് അൽമായ സംഗമം നടന്നു. സെപ്റ്റംബർ 8 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആത്മായ സംഗമം മുൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര രൂപത വികാരി ജനറൽ ജോബ് കല്ലുവിള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മി, വികാരി ഫാദർ വർഗീസ് കുന്നത്തേത്ത്, MCA മാവേലിക്കര രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബാബു, MCMF മാവേലിക്കര രൂപത പ്രസിഡന്റ് അന്ന പണ്ടച്ചൻ എന്നിവർ സംസാരിച്ചു. MCA കറ്റാനം വൈദിക ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവാരേത്ത് നന്ദി പറഞ്ഞു. പ്രൊഫസർ റൂബിൾ രാജ ഈ 5 ഗ്രന്ഥങ്ങളുടെ രചയിതാവായി അറിയപ്പെടുന്നത് മോശയാണെന്ന് നമുക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ഒരു ജനവിഭാഗം അതൊരു ജനതയായി രൂപം കൊണ്ട് കാനാൻ ദേശത്തേക്ക് നയിക്കപ്പെടുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ ജനത്തിന് നൽകപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കരണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, രചനയാണ് ജൂബിലി വർഷത്തെക്കുറിച്ചുള്ള രചനയെന്നും നിർദ്ദേശങ്ങളെന്നും നമ്മൾ തിരിച്ചറിയണം. എന്താണ് അതിന്റെ നിർദ്ദേശങ്ങൾ? അപ്പോൾ അതിന് കൃത്യമായ ചില കണക്കുകൂട്ടലുകളും നിർദ്ദേശങ്ങളും മോശ ലേവ്യ പുസ്തകത്തിൽ നൽകുന്നു. വർഷങ്ങളുടെ 7 പറയുന്നുണ്ട്. 50-ാമത്തെ വർഷം വിശുദ്ധ വർഷമായി ആചരിക്കുവിൻ എന്ന്. 7 ശാബത്തുകൾ കഴിഞ്ഞു വരുന്നതാണ്. 7 ശാബത്ത് വരുമ്പോൾ 7 × 7 MR സാറാണ് ഞങ്ങളെ കണക്ക് കൊടുക്കുന്നത്. അല്ലേ തന്നെയും ഇപ്പം 7 × 7 പറഞ്ഞാൽ നേരത്തെ നമ്മുടെ രാജലക്ഷ്മി ഒരു കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഉടൻ അതൊരു കാൽക്കുലേറ്റർ അടിച്ചു നോക്കും. 7 × 7. ഇപ്പോൾ ഈ ഗുണനപ്പട്ടിക എന്നുള്ളത് തീർന്നു. പത്രം വാങ്ങിക്കാനൊക്കെ ചിലപ്പോൾ ചില കടകളിൽ ചെന്ന് നിൽക്കുന്ന അവസരത്തിൽ ഇതെടുത്തിട്ട് ചില പത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയ വ്യത്യാസം വരും. ഈ 10 രൂപ എന്നുള്ളത് മാറി വരുന്നു. അതെല്ലാം വെച്ചാൽ അവർ ഉടനെ കാൽക്കുലേറ്ററിൽ മൊബൈൽ ഫോണിൻ്റെ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ അവിടെ നോക്കും. ഈ ഗുണനപ്പട്ടിക എന്നുള്ള സംഭവം വിട്ടു. എൻ്റെ അമ്മ, എന്ത് ഗുണനപ്പട്ടിക നമ്മൾ പഠിച്ചതാണ്. 1ൻ്റെ ഒക്കെ വളരെ എളുപ്പമായിരുന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ 1, 5, 10 നമ്മൾ വളരെ വേഗത്തിൽ ഗുണനപ്പട്ടിക പഠിച്ചു കയറിയതാണ്. പക്ഷേ ബാക്കിയൊക്കെ ഭയങ്കര 8 വരുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു പണി കിട്ടുന്ന പോലെ ആയിരുന്നു തന്നെ. ഈ ഗുണനപ്പട്ടിക പഠിച്ച് പാസ്സായിട്ടില്ലാത്ത വീട്ടിലുള്ളവർ നമ്മളെ ഗുണനപ്പട്ടിക പഠിപ്പിക്കാൻ പറ്റുന്നൊരു ശ്രമമുണ്ട്. ഇപ്പം നമ്മൾ CDNet ന്യൂസ് ചാരുമൂട്. മാന്നാർ കുട്ടമ്പേരൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ വാവുബലിയും തിലഹവനവും പിതൃപൂജയും ആചാര്യൻ കോട്ടയം മറിയപ്പള്ളി ശശികുമാറിന്റെ കാർമ്മികത്വത്തിൽ 12-ന് നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും തിലഹവനവും പിതൃപൂജയും ആചാര്യൻ കോട്ടയം മറിയപ്പള്ളി ശശികുമാറിന്റെ കാർമ്മികത്വത്തിൽ 12-ന് നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രോഷ്ടമുനിയുടെ സാന്നിധ്യം കൊണ്ട് പുണ്യസ്ഥലമായ കുട്ടമ്പേരൂർ ശ്രീ കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന പമ്പയുടെയും അച്ചൻകോവിലാറിന്റെയും കൈവഴിയായ കുട്ടമ്പേരൂർ ആറിന്റെ പടിഞ്ഞാറേ കരയിൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ബലിതർപ്പണ ക്രിയകൾ സുഗമമായി നടത്തുന്നതിനുള്ള വിശാലമായ പന്തൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്രോഷ്ടമുനീശ്വര സന്നിധിക്ക് അഭിമുഖമായിട്ടുള്ള ആനക്കൊട്ടിലിൽ തയ്യാറാക്കിയിരിക്കുന്ന ഹോമകുണ്ടത്തിൽ തിലഹവനവും ശിവനടയിൽ പിതൃപൂജയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 12-ന് പുലർച്ചെ 4:30 ആരംഭിക്കുന്ന പിതൃതർപ്പണ ക്രിയകൾക്കായി പരമ്പരാഗതമായ രീതിയിൽ ഹവിസ്, തൈര്, എള്ള്, ചെറുവിള, ദർഭ മുതലായ ദ്രവ്യങ്ങൾ വേണ്ടുവോളവും ഒരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞു വരുന്ന ഭക്തജനങ്ങൾക്ക് SKV ഹൈസ്കൂൾ വക വാവട, ചുക്കുകാപ്പി എന്നിവയും കുട്ടമ്പേരൂർ ശ്രീ വൈദ്യനാഥപുരം ആയുർവേദ ആശുപത്രി ഡോക്ടർ
ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ തയ്യാർ ചെയ്ത ഔഷധ കഞ്ഞിയും വിതരണം ചെയ്യും. ഇത്തവണ 4000-ഓളം പേരെങ്കിലും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബലിതർപ്പണ ചടങ്ങുകൾക്ക് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് എം സുധൻപിള്ള ദർശന, സെക്രട്ടറി മോഹൻകുമാർ വെട്ടിക്കാട്, ഖജാൻജി വേണു കാട്ടൂർ, ഭരണസമിതി അംഗങ്ങളായ എൻ ദാമോദരൻ നമ്പൂതിരി പാലത്തിങ്കര, ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പമ്പയുടെയും അച്ചൻകോവിലാറിൻ്റെയും കൈവഴിയോട് ചേർന്നുള്ള ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രകുളത്തിൽ 1985 കാലഘട്ടത്തിൽ പുതുപ്പള്ളിക്കളീക്കൽ പരേതനായ കുറുപ്പുസാറും മരുതനാട്ട് തെക്കേതിൽ വിളമ്പയ്യത്ത് പരേതനായ കൃഷ്ണൻ ചേട്ടനും തുടങ്ങിവെച്ച ഈ ബലിതർപ്പണം ഈ വർഷവും ആചാര്യൻ കോട്ടയം മറിയപ്പള്ളി ബ്രഹ്മശ്രീ ശശികുമാർ അവരുടെ കാർമ്മികത്വത്തിൽ ഈ വർഷവും അതിവിപുലമായി തന്നെ നടത്തപ്പെടുന്നു. കഴിഞ്ഞ വർഷം 3000-ഓളം ഭക്തജനങ്ങൾ ഈ പരിപാവനമായ ബലിതർപ്പണം നടത്തിയിട്ടുണ്ട്. ഈ വർഷം 4000-ഓളം ഭക്തർ ബലിതർപ്പണം നടത്താനായി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീഡിനെറ്റ് ന്യൂസ് മാന്നാർ. ഈരേഴ ശ്രീമൂലം ഗ്രന്ഥശാല 111-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ചെട്ടികുളങ്ങര ഈരേഴ ശ്രീമൂലം ഗ്രന്ഥശാലയുടെ 111-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. 1915-ൽ ഈരേഴ കേന്ദ്രീകരിച്ച് കോമച്ചം വീട്ടിൽ KN നാരായണപിള്ളയുടെ നേതൃത്വത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചത്. മഹാരാജാവിന്റെ നിർദ്ദേശാനുസരണം ആരംഭിച്ചതിനാലാണ് ഗ്രന്ഥശാലയ്ക്ക് ഈരേഴ ശ്രീമൂലവിലാസം ഗ്രന്ഥശാല എന്ന് പേര് നൽകിയത്. വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീതാലക്ഷ്മി നിർവഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി ജി പ്രദീപ് കുമാറിൽ നിന്നും ആജീവനാന്ത മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയാണ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രന്ഥശാല പ്രസിഡന്റ് ജി വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. വായനശാല കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. സീഡിനെറ്റ് ന്യൂസ് കായംകുളം. ചെന്നിത്തലയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണം മോഷണം പോയ കേസിലെ പ്രതി അറസ്റ്റിലായി. ശൂർനാട് ചക്കുവള്ളി പരപ്പാടി പുത്തൻ വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് പോലീസ് പിടികൂടിയത്. 2026 ജനുവരി 30-ാം തീയതിയാണ് ചെന്നിത്തല വലിയ വീട്ടിൽ ഷാരോൺ വില്ലയിൽ മോഷണം നടന്നത്. ചെന്നിത്തലയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണം മോഷണം പോയ കേസിൽ പ്രതി അറസ്റ്റിലായി. ശൂർനാട് ചക്കുവള്ളി പരപ്പാടി പുത്തൻ വീട്ടിൽ സന്തോഷ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. 2026 ജനുവരി 30-ാം തീയതിയാണ് ചെന്നിത്തല വലിയ വീട്ടിൽ ഷാരോൺ വില്ലയിൽ മോഷണം നടക്കുന്നത്. തുടർന്ന് മാന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെ നൂർനാട് പോലീസ് സമാനമായ മറ്റൊരു കേസിൽ ചില്ല് ശ്രീകുമാർ എന്ന് വിളിപ്പേരുള്ള ചവറ ശങ്കരമംഗലം പള്ളത്തുപടിയിറ്റതിൽ ശ്രീകുമാറിനെ പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടെ ചെന്നിത്തലയിലെ മോഷണകാര്യം സമ്മതിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ 1-ാം പ്രതിയായ ചില്ല് ശ്രീകുമാറിനെ മാന്നാർ പോലീസ് ജയിലിലെത്തി അറസ്റ്റും ചെയ്തു. പിന്നീട് ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ശക്തമായ കാറ്റിലും മഴയിലും വിധവയുടെ ഉപജീവനമാർഗമായ കട തകർന്നു. തലവടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ തെക്കുംതല വീട്ടിൽ അമലാദേവിയുടെ എടത്വ KSRTC ഡിപ്പോയ്ക്ക് സമീപമുള്ള കടയാണ് തകർന്നത്. ശക്തമായ കാറ്റിലും മഴയിലും വിധവയുടെ ഉപജീവനമാർഗമായ കട തകർന്നു. എടത്തുവയിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തലവടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ തെക്കുംതല വീട്ടിൽ അമലാദേവിയുടെ എടത്തുവ KSRTC ഡിപ്പോയ്ക്ക് സമീപമുള്ള കടയാണ് തകർന്നു വീണത്. വർഷങ്ങളായി കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായി നടത്തിയിരുന്ന കടയാണ് ശക്തമായ കാറ്റിൽ തകർന്നത്. കടയുടെ മേൽക്കൂരയും വശങ്ങളും തകർന്നതോടെ കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ഇതോടെ കുടുംബത്തിന്റെ പ്രധാന ഉപജീവനമാർഗം പൂർണ്ണമായും നിലച്ചു. വെള്ളപ്പൊക്ക ദുരിതത്തിനിടെയാണ് കാറ്റിലും മഴയിലും കട തകർന്നത്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കുടുംബത്തിന്റെ ദുരിതം പരിഗണിച്ച് അർഹമായ അടിയന്തര ധനസഹായവും കട പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായവും ലഭ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കാറ്റും മഴയത്തും വന്ന് വെള്ളം കയറി കിടക്കുമായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട്. ഇന്നലെ വൈകിട്ടത്തെ കാറ്റിന് ഇന്ന് ഒടിഞ്ഞു വീണു പോയത്. ഞങ്ങൾക്ക് ആകെ കൂടിയുള്ള ഒരു ഉപജീവന മാർഗമാണ്. മറ്റൊരു മാർഗവും ഇല്ല. ജീവിക്കാൻ പറ്റിയ യാതൊരു മാർഗവും ഇല്ല. പുറത്ത് പോയി തൊഴിലുറപ്പോ അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ല. ഇവിടെ കുത്തിയിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അരി മേടിച്ചുകൊണ്ടിരുന്നത്.
എന്ത് പറ്റിയത്? എങ്ങനെ എന്താ ഇന്നലെ കടയടച്ച് പോയി? കട ഇന്നലെ ഞാൻ വന്ന് എന്നാലും തുറക്കും, എന്തേലും പഞ്ചാര മേടിക്കാനുള്ള എങ്കിലും പൈസ കിട്ടുമല്ലോ എന്ന് വെച്ചു. അപ്പൊ ഇന്നലെ ഞാൻ തുറന്ന ഈ സന്ധ്യയ്ക്ക് 6 മണിയായപ്പോൾ അടച്ചിട്ട് പോകുന്നിടം വരെ ഒരു കുഴപ്പമില്ല. ഇന്നലെ രാത്രിയിലുണ്ടായ അതിശക്തമായ കാറ്റിനാണ് ഇത് ഒടിഞ്ഞു. CDNet ന്യൂസ് ഹരിപ്പാട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച എരിവ മന്നൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എരിവ പടിഞ്ഞാറ് കാഞ്ഞിരക്കാട്ട് വീട്ടിൽ മാധവൻ ഉണ്ണിത്താൻ്റെ സംസ്കാരം നടത്തി. 3 പതിറ്റാണ്ട് കാലം കായംകുളത്ത് നിന്നും മോഹം മാസിക പ്രസിദ്ധപ്പെടുത്തിയിരുന്ന എരിവ മന്നൻ കവിയും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും ആകാശവാണിയിലെ സാഹിത്യ പ്രവർത്തകനുമായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ സെപ്റ്റംബർ 1 നടത്തുന്ന ഡൽഹി മാർച്ച് CPI വിവിധ സ്ഥലങ്ങളിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വൈദ്യുതി മുടങ്ങിയതോടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിപ്പിക്കാനാകാതെ രോഗി മരിച്ച സംഭവം. ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ കുടുംബത്തെ സന്ദർശിച്ച് വിവരങ്ങൾ തേടി. കർക്കിടക ബാഹുബലി മാന്നാർ കുട്ടമ്പേരൂർ ശ്രീ കാർത്യായനി ദേവീ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചെന്നിത്തലയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 20 പവൻ സ്വർണം മോഷണം പോയ കേസ് പ്രതി അറസ്റ്റിലായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.